കണ്ണൂർ പാറക്കണ്ടി ബിവറേജസിന്റെ ഔട്ട്ലെറ്റിന്റെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ മോഷണം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ബിവറേജസ് ഔട്ട്ലെറ്റിന് പുറമെ 2 കടകളുടെയും പൂട്ടുകൾ പൊളിച്ചു. വിവരങ്ങളുമായി അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, ഈ ഭാഗങ്ങളിലൊന്നും CCTV ക്യാമറകളൊന്നും ഇല്ലേ? എങ്ങനെയാണ്, എപ്പോഴാണിത് കണ്ടെത്തിയത്? വിവരങ്ങൾ. സുജിയ, ആ ഭാഗത്തൊക്കെ CCTVകൾ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ ബീവറേജസ് ഔട്ട്ലെറ്റിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ഓണത്തിന് വിൽപ്പന നടത്താനുള്ള വലിയ അളവിലുള്ള മദ്യം എത്തിച്ചത്. ഒരുപക്ഷെ അത്തരത്തിലൊരു മദ്യ മോഷണത്തിനുള്ള ശ്രമമാണോ എന്നുള്ള ഒരു സംശയം പോലും പോലീസിന് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തൊട്ടടുത്തുള്ള 2 കടകളുടെ പൂട്ടുകളും പൊളിച്ചതായി കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇനി അതിനകത്ത് മോഷണം പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര സാധനങ്ങളാണ്, എന്തൊക്കെ സാധനങ്ങളാണ് മോഷണം പോയിരിക്കുന്നത് എന്നൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. എന്തായാലും കണ്ണൂർ പാറക്കണ്ടിയിലുള്ള ഔട്ട്ലെറ്റിലാണ്, ബീവറേജസിന്റെ ഔട്ട്ലെറ്റിന്റെ പൂട്ടുകളാണ് ഇത്തരത്തിൽ തകർത്തതായി ഇന്ന് രാവിലെ ശ്രദ്ധയിൽപ്പെടുന്നത്. തൊട്ടു പിന്നാലെ തന്നെ പോലീസിൽ പരാതി അറിയിച്ചു. അതിനുശേഷം പോലീസ് അവിടെ എത്തി പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ളൊരു പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ബീവറേജസിലെ തൊഴിലാളികൾ ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയും മിനിഞ്ഞാന്നുമായാണ് ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ അളവിൽ മദ്യം അവിടത്തേക്ക് എത്തി അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അത്തരത്തിൽ ഈ മദ്യ മോഷണം ലക്ഷ്യമിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്തതായിരിക്കാം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് മദ്യം മോഷണം പോയതായി ഇപ്പോൾ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ അതിനകത്തുള്ള പരിശോധന, അതായത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടമായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചാൽ മാത്രമേ അതിനകത്തൊരു സ്ഥിരീകരണം നൽകാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ അവിടെ എത്തി പരിശോധന നടത്തുകയാണ്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സുജിയ. ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.